പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ജീവിതത്തിൽ ശത്രുബാധ പ്രേതപരമായിട്ടുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നടക്കാതിരിക്കുക, ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ, എല്ലാത്തിനും തടസ്സങ്ങൾ, ഭയങ്കരമായിട്ട് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഡിപ്രഷൻ, ഭയങ്കരമായ നെഗറ്റീവ് ഫീലിംഗ്, സൂയിസൈഡ് ടെൻഡൻസി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ആഗ്രഹിക്കാതെ സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊന്നും നമ്മളുടെ കൈകളിലല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും, പൈസ വരുന്നുണ്ടാവും, പക്ഷെ പൈസ ചിലവാക്കുന്നതോ ചിലവായി പോകുന്നതോ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരും, ആ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നമ്മുടെ പ്ലാനിങ് പോലെയല്ല ഒരു കാര്യങ്ങളും നടക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവീകപരമായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ ജാതകപരമായിട്ടുള്ള കാര്യങ്ങളിലും മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമിക്കും ചേത്തന്മാരും എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളിലേക്ക് പ്രസക്തി വരുന്നത്. അപ്പം എന്നെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മാറാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലാതെ നടക്കില്ല. ഇപ്പം നിങ്ങളുടെ സ്പിരിച്വൽ ഓറയിലും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത്. അതിന് ഞാൻ ഇവിടെ ഇരുന്ന് പൂജ ചെയ്ത് കഴിഞ്ഞാൽ സങ്കല്പ രീതികളിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാമെന്നല്ലാതെ അതിന് ഡയറക്റ്റ് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കുളിച്ചതിൻ്റെ സുഖവും ആ അഴുക്ക് മേത്ത് നിന്ന് പൂർണ്ണമായിട്ടൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് ആ ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ സുഖവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇത്രയും വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്നത് എപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മളുടെ ശക്തി കൂട്ടാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഈ ഭയങ്കരമായ മാനസിക സംഘർഷത്തിലും ഭയങ്കരമായ പ്രശ്നങ്ങളിലും നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും എൻ്റെ റിസൾട്ട് വളരെ മോശമായ റിസൾട്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മോശമായ റിസൾട്ടുകൾ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളുടെ കാര്യക്ഷമത, നമ്മളുടെ ചിന്താഗതികൾ, നമ്മളുടെ മാനസിക തലം, ഇതൊക്കെയും ഉയർത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉയർന്നൊരു റിസൾട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് വിജയിക്കുന്നത്. അല്ലാതെ ഒരു ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ ജോലി വേറെ, അവരിറങ്ങി വേറെ രൂപത്തിൽ വന്ന് സിനിമകളിൽ കാണുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ടൊരു റിസൾട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും അതിന്റെ സുഖവും നമുക്ക് കറക്റ്റായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വിജയിച്ചവരാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നമുക്ക് സന്തോഷം അനുഭവപ്പെടാന്നുള്ളതിന് തന്നെയാണ് രാജകീയത്വം എന്ന് പറയുന്ന രീതി. നമുക്ക് അംഗീകാരം കിട്ടുക, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയ്ക്ക്, ആ ഒരു കാര്യങ്ങളിലേക്ക് മാനസികപരമായി എത്തുന്നതിന് വേണ്ടി പലപ്പോഴും ശത്രുബാധാദോഷങ്ങളും പലതരത്തിലുള്ള മാന്ത്രിക തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടേക്ക് നമ്മളുടെ മനസ്സിനെ അത് ബാധിക്കും. നമ്മളതിനെ അറിഞ്ഞിട്ടുണ്ടോ, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് മാനസികപരമായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് മാറിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ഈ പൂജയെക്കുറിച്ചും ഇതൊക്കെ എന്താണ്, ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളൊരു അന്വേഷണ മനോഭാവം ഉണ്ടായാൽ പോലും നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഇതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഫലമുണ്ടാവുന്നത്. അപ്പം അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.